ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതോടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. കുട്ടികളടക്കം 300-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. ഹമാസ് കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ അപലപിച്ച് സൗദി. 9 മാസമായി ബഹിരാകാശത്ത് കഴിയുന്ന സുനിത വില്യംസും ബുച്ച്വിൽ മോറും ഭൂമിയിലേക്ക്. ക്രൂ9 സംഘവുമായി ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് യാത്ര തുടങ്ങി. 17 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നാളെ പുലർച്ചെ 3:30-ഓടെ ഭൂമിയിലെത്തും. പേടകം ലാൻഡ് ചെയ്യുക അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കൻ ഉൾക്കടലിൽ. പാപ്പിനിശ്ശേരിയിൽ തമിഴ്നാട്ടുകാരനായ ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നത് 12 വയസ്സുകാരി. പ്രതിയായ കുട്ടി കുഞ്ഞിന്റെ പിതൃ സഹോദരന്റെ മകൾ. കൊലയ്ക്ക് കാരണം വളർത്തച്ഛന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടെന്ന് മൊഴി. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഗാനമേളയ്ക്കിടെ വിപ്ലവ ഗാനം ആലപിച്ചതിൽ ഹൈക്കോടതി വിമർശനം. ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഇത്തരം പരിപാടികൾക്കുള്ളതല്ല. പണം കൂടുതലുണ്ടെങ്കിൽ അന്നദാനം നടത്തൂവെന്നും കോടതി. ഒരാഴ്ചക്കകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരം കളക്ടറേറ്റിലെ പരിശോധനയ്ക്കിടെ ജീവനക്കാർക്ക് തേനീച്ച കുത്തേറ്റു. കളക്ടറേറ്റിലെ തേനീച്ചക്കൂട് ഇളക്കിയത് ബോംബ് ഭീഷണിയെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെ. മാധ്യമപ്രവർത്തകർക്കും പരിക്ക്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും മാറ്റിയതായി നിയമസഹായ സമിതി. കോടതി കേസ് മാറ്റിവെക്കുന്നത് 10ാം തവണ. കൊല്ലം ഉളിയക്കോവിലിലെ യുവാവിന്റെ കൊലപാതകത്തിന് കാരണം പ്രണയപ്പകയെന്ന പോലീസ്. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും ജീവനൊടുക്കിയ പ്രതി തേജസും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് എഫ്ഐആർ. പെൺകുട്ടി പ്രണയത്തിൽ നിന്ന് പിന്മാറിയതും മറ്റൊരു വിവാഹം നിശ്ചയിച്ചതും പ്രകോപനമെന്നും പോലീസ്. കുടിയേറ്റത്തിൻ മറവിൽ ഇടുക്കിയിൽ കൈയേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി. ഇതുവരെ 295 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചു. ചൊക്രമുടിയിലും പരുന്തുംപാറയിലും കൈയേറ്റങ്ങളിൽ നടപടിയെടുത്തെന്നും മന്ത്രി കെ രാജൻ നിയമസഭയിൽ. കുടിയേറ്റക്കാർ ബുദ്ധിമുട്ടുമ്പോൾ കൈയേറ്റക്കാർ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് പ്രതിപക്ഷം. ഇത്രയും കൈയേറ്റമുണ്ടായിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും വി ഡി സതീശൻ. റെയിൽവേ ട്രാക്കിൽ ബോധരഹിതരായി കിടന്നവർക്ക് രക്ഷകനായി ലോക്കോ പൈലറ്റ്. സംഭവം ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ. രക്ഷയായത് ഷാലിമാർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈന്റെ ഇടപെടൽ. കുംഭമേളയുമായി ബന്ധപ്പെട്ട പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. പ്രസ്താവന ചട്ടപ്രകാരമല്ലെന്ന പ്രതിപക്ഷം. കുംഭമേളയെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ കഴിവുകളെ സംശയിച്ചവർക്കുള്ള മറുപടിയെന്ന് മോദി.